എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് IVF സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീരീസിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ്. അതായത് IVF പ്രോസസ്സിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എംബ്രിയോ ട്രാൻസ്ഫർ. എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വെളിയിലുണ്ടാക്കിയ എംബ്രിയോനെ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ്. IVFൻ്റെ സക്സസ്സിനായിട്ട് എംബ്രിയോ ട്രാൻസ്ഫർ പ്രോസസ്സ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. IVFൻ്റെ അൾട്ടിമേറ്റ് പ്രോസസ്സാണിത്. ഈ ഒരു കാര്യം സ്മൂത്ത്ലി നടന്നാൽ മാത്രമാണ് മുന്നോട്ട് പ്രഗ്നൻസി ആകാനുള്ള ചാൻസസ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ എംബ്രിയോ, നമ്മളെടുത്ത ഇഞ്ചെക്ഷൻസ് എല്ലാം വേസ്റ്റ് ആകും. നമ്മുടെ കയ്യിൽ നല്ല ക്വാളിറ്റി എംബ്രിയോ ഉണ്ടെങ്കിൽ പോലും ട്രാൻസ്ഫറിൻ്റെ പ്രോസസ്സ് നന്നായിട്ട് എവിടെയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ കറക്റ്റ് പൊസിഷനിൽ ട്രാൻസ്ഫർ ആയില്ലെങ്കിൽ മുഴുവൻ IVF സൈക്കിളും വേസ്റ്റ് ആകും. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ, എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. എംബ്രിയോ ട്രാൻസ്ഫർ IVFൻ്റെ ലാസ്റ്റ് പ്രോസസ്സാണ്. കൂടുതലും കേസസിൽ ഇപ്പോൾ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. 3-4 വർഷങ്ങൾക്ക് മുൻപ് വരെ ഏത് ദിവസമാണോ പിക്കപ്പ് ചെയ്യുന്നത് അതിൻ്റെ 3-ാം ദിവസമോ 5-ാം ദിവസമോ എംബ്രിയോ നോർമലി ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. 3-ാം ദിവസത്തെ ട്രാൻസ്ഫറിനെ Day 3 ട്രാൻസ്ഫർ എന്നും അല്ലെങ്കിൽ ക്ലീവേജ് സ്റ്റേജ് ട്രാൻസ്ഫർ എന്നുമാണ് പറയുന്നത്. 5-ാം ദിവസത്തെ ട്രാൻസ്ഫറിനെ Day 5 ട്രാൻസ്ഫർ എന്നും അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ എന്നും ആണ് പറയുന്നത്. ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിന് 5-7% IVF സക്സസ്സിനായിട്ട് ചാൻസ് കൂടുതലുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും കേസസിൽ എഗ് റിട്രീവൽ കഴിഞ്ഞ് അടുത്ത പീരീഡ് സമയത്താണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് ഒന്നും കഴിക്കാതെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പോകാവുന്നതാണ്. നോർമലി നിങ്ങൾ രാവിലെ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എംബ്രിയോസിൻ്റെ പിക്ചേഴ്സ് കാണിച്ചു തരും. എത്ര എംബ്രിയോസ് ഡെവലപ്പ് ആയി എന്നും അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നും എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നും ഒക്കെ കപ്പിളുമായിട്ട് ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്യും. ചിലവരൊക്കെ ഡോക്ടേഴ്സും പേഷ്യൻസുമായിട്ടുള്ള ഡിസ്കഷനിൽ പറയുന്നത് അവർക്കറിയത്തില്ല, ഡോക്ടറിൻ്റെ തീരുമാനം അനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്തോളൂ എന്നാണ്. എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് കുറച്ച് കാര്യം നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് എത്ര എംബ്രിയോസ് ആണ് ടോട്ടൽ ഡെവലപ്പ് ആയെന്ന്. രണ്ടാമതായി എംബ്രിയോസിൻ്റെ ഗ്രേഡ് എത്ര ആണെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നാണ്. മൂന്നാമതായി നമ്മൾ ഏത് ദിവസത്തെ എംബ്രിയോ ആണ് നോക്കുന്നതെന്ന്, Day 3 ആണോ Day 5 ആണോ എന്ന്. കാരണം 2 കേസസിലും നമ്പർ വ്യത്യാസമുണ്ടാകും. നാലാമതായി നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ കപ്പിൾസിൻ്റെ പ്രിഫറൻസ് എന്താണെന്ന് നോക്കും. കപ്പിൾസിന് ട്വിൻ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കും. ചില കേസസിൽ കപ്പിൾസിന് ആദ്യമേ ഒരു കുഞ്ഞ് കാണും, രണ്ടാമത്തെ തവണ ട്വിൻ പ്രഗ്നൻസി അവർ പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഈ പ്രിഫറൻസസ് എല്ലാം ശ്രദ്ധിച്ചാണ് എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫീമെയിൽസിന് കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് ട്വിൻ പ്രഗ്നൻസി സേഫ് അല്ലായിരിക്കും. ചിലപ്പോൾ 3 എംബ്രിയോസും ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. പക്ഷേ Day 5 ആണെങ്കിൽ 3 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രിഫർ ചെയ്യാറില്ല. 1-2 എംബ്രിയോ മാത്രമാണ് Day 5 ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ ദിവസം ഈ എല്ലാ പ്രോസസ്സും പേഷ്യൻസിൻ്റെ കൗൺസിലിംഗ്, ഡിസ്കഷൻ, എംബ്രിയോസ് കാണിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് പേഷ്യൻസിനെ അകത്ത് കൊണ്ടുപോയി സോണോഗ്രാഫി ഗൈഡൻസോട് കൂടിയാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എംബ്രിയോ ട്രാൻസ്ഫർ ഒരിക്കലും ബ്ലൈൻഡ്ലി ചെയ്യാറില്ല.
സോണോഗ്രഫിയുടെ പ്രോബ് കൊണ്ട് ചെക്ക് ചെയ്ത് മാത്രമാണ് ചെയ്യുന്നത്. സോണോഗ്രാഫി ചെയ്യുമ്പോൾ യൂട്രസ് നന്നായിട്ട് വിസിബിൾ ആകാൻ വേണ്ടിയിട്ട് ബ്ലാഡർ ഫുൾ ആയിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ യൂറിൻ ഹോൾഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. എംബ്രിയോ ട്രാൻസ്ഫറിന് പോകുമ്പോൾ ഡോക്ടറോട് എത്ര ടൈം ആകുമെന്ന് അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നേരത്തെ ചോദിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ യൂറിൻ ഹോൾഡ് ചെയ്യുക. നിങ്ങൾ യൂറിൻ ഹോൾഡ് ചെയ്യുമ്പോൾ യൂറിനറി ബ്ലാഡർ ഒരു വിൻഡോ പോലെയായി നമുക്ക് യൂട്രസ് ക്ലിയർലി കാണാൻ പറ്റും. നമ്മൾ യൂട്രസ് ക്ലിയർലി കണ്ടാൽ മാത്രമാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ എക്സാക്ട് പോയിന്റ് കാണാൻ പറ്റത്തുള്ളൂ. അൾട്രാസൗണ്ട് ഗൈഡഡ് എംബ്രിയോ ട്രാൻസ്ഫറിൽ സക്സസ് റേറ്റ് നോൺ അൾട്രാസൗണ്ട് ഗൈഡഡ് എംബ്രിയോ ട്രാൻസ്ഫറിനെ അപേക്ഷിച്ച് 15 തൊട്ട് 20% കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും അൾട്രാസൗണ്ട് ഗൈഡഡ് എംബ്രിയോ ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നിങ്ങളെ അകത്ത് വിളിക്കുമ്പോൾ നിങ്ങളുടെ ID ഡബിൾ ചെക്ക് ചെയ്യും. ഒരു ക്ലിനിക്കൽ പേഴ്സണും ഒരു ലാബ് പേഴ്സണും നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേര്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേര് പിന്നെയും ചെക്ക് ചെയ്യും. ഇതൊരു പ്രോട്ടോകോൾ ആണ്. ലാബിൽ ഇത് അന്വേഷിച്ച് വെക്കുന്നത് നിങ്ങളുടെ ബയോഡാറ്റ അറിയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ എംബ്രിയോസും വേറെ ആരുടെയെങ്കിലും എംബ്രിയോസുമായിട്ട് മിക്സപ്പ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ID ഡബിൾ ചെക്ക് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ സ്പെക്യുലം വെച്ച് സെർവിക്സ് വിഷ്വലൈസ് ചെയ്യും. ഔട്ടർ കത്തീറ്റർ യൂട്രസിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ സമയം എംബ്രിയോളജിസ്റ്റ് എംബ്രിയോനെ ഇൻക്യുബേറ്ററിൽ നിന്ന് വെളിയിലെടുക്കും. എന്നിട്ട് ട്രാൻസ്ഫറിനായിട്ട് നിശ്ചയിച്ച എംബ്രിയോസ് കത്തീറ്ററിൽ ലോഡ് ചെയ്യും. പിന്നെ ഈ ലോഡഡ് കത്തീറ്റർ ഔട്ടർ കത്തീറ്ററിൻ്റെ അകത്തിട്ടിട്ട് യൂട്രസിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യും. ഏത് ഡെപ്തിലാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇത് ഒരുപാട് ക്രിട്ടിക്കലാണ്. അതുമാത്രമല്ല ഈ ഒരു കാര്യം IVFൻ്റെ സക്സസിനായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എംബ്രിയോസിനെ പുഷ് ചെയ്യുമ്പോൾ ഒരുപാട് പെതുക്കെയാണ് ഈ എംബ്രിയോസിനെ പുഷ് ചെയ്യുന്നത്. യൂട്രസിൻ്റെ ലൈനിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിലാണ് എംബ്രിയോസിനെ പുഷ് ചെയ്യേണ്ടത്. കത്തീറ്ററിൻ്റെ ടിപ്പിൽ ബ്ലഡോ മ്യൂക്കസോ വരാൻ പാടില്ല. എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് വേദനയോ വലിച്ചിലോ യൂട്രസിൻ്റെ വായ്മുഖം ടൈറ്റ് ആണെങ്കിലോ ഓപ്പൺ ആയി വന്നില്ലെങ്കിലോ ഒക്കെ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ പോലും പ്രഗ്നൻസിയുടെ ചാൻസസ് 50% അവിടെ കുറയും. അതുകൊണ്ട് തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ വളരെ സ്മൂത്ത് ആകേണ്ടത് അത്യാവശ്യമാണ്. എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ ടൈമിൽ നിങ്ങളും കോപ്പറേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ അനസ്തേഷ്യയിൽ ആയിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേദന എടുക്കുമോ എന്നൊരു പേടി നിങ്ങൾക്ക് കാണും. അപ്പോൾ നിങ്ങൾ ഒട്ടും പേടിക്കാതെ റിലാക്സ് ആയിട്ടിരിക്കണം. കാരണം ഇതിൽ നിങ്ങൾക്ക് ഒട്ടും വേദന തന്നെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാൻ പോലും ചിലപ്പോൾ പറ്റത്തില്ല നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തെന്ന്. എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ കത്തീറ്റർ മുടി പോലെ കനം കുറഞ്ഞതാണ്. ഇത് അകത്ത് പോകുമ്പോൾ പേഷ്യൻസിന് സെൻസേഷൻ പോലും കാണത്തില്ല. ഇൻഫാക്ട് നിങ്ങൾക്ക് സ്വയമായി തന്നെ സോണോഗ്രഫിയിൽ ക്ലിനീഷ്യൻ യൂട്രസിൻ്റെ അകത്ത് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇവിടെയും ഈ പ്രോസസ്സ് തീരുന്നില്ല. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ക്ലിനീഷ്യൻ ഈ കത്തീറ്റർ പിന്നെയും എംബ്രിയോളജിസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യും. എംബ്രിയോളജിസ്റ്റാണ് പിന്നെയും എന്തെങ്കിലും എംബ്രിയോ റീറ്റെയിൻ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നോർമലി അങ്ങനെ സംഭവിക്കാറില്ല. എംബ്രിയോളജിസ്റ്റ് ക്ലിനീഷ്യന് കത്തീറ്റർ ക്ലിയർ ആണെന്ന് പറഞ്ഞ് സിഗ്നൽ കൊടുക്കും. അപ്പോൾ പേഷ്യൻസിനെ ട്രോളിയിൽ കിടത്തി വെളിയിൽ ഷിഫ്റ്റ് ചെയ്യും. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് 15 തൊട്ട് 20 മിനിറ്റ് ബെഡ് റെസ്റ്റ് ചെയ്താൽ മതി. അത് തന്നെ ധാരാളം. ചിലപ്പോഴൊക്കെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് പേഷ്യൻസ് സ്വയം ആയി തന്നെയാണ് വെളിയിൽ ഷിഫ്റ്റ് ആകുന്നത്. ട്രോളി പോലും യൂസ് ചെയ്യാറില്ല. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ എംബ്രിയോസിൻ്റെ മുമ്പിലും പിമ്പിലും എയർ ബബിൾസ് ഉണ്ട്. നമ്മൾ എണീറ്റ് നിൽക്കുമ്പോൾ എയർ ബബിൾ നാച്ചുറലി മണ്ടയ്ക്കോട്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് എണീറ്റ് നിൽക്കുമ്പോൾ എംബ്രിയോ താഴോട്ട് പോകുന്നത് പോസിബിൾ അല്ല. യൂട്രസിൻ്റെ 2 ലെയറും തമ്മിൽ ഒട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. അത് എംബ്രിയോ താഴോട്ട് പോകുന്നതിൽ നിന്ന് തടയും. കൂടെ തന്നെ നേരത്തെ പറഞ്ഞ ആ എയർ ബബിൾസ് എംബ്രിയോസിനെ മണ്ടയ്ക്കോട്ട് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ, താഴോട്ട് പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ബെഡ് റെസ്റ്റ് 15 മിനിറ്റിൽ കൂടുതൽ ആവശ്യമില്ല. വീട്ടിൽ ബെഡ് റെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്ലീസ് അവോയ്ഡ് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണിത്. നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുത്തെന്ന് വിചാരിച്ച് അത് നിങ്ങളുടെ IVF സക്സസിന് ഒരു ഗുണവുമില്ല. അത് മാത്രമല്ല നിങ്ങൾ ബെഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ സ്ലോ ആകും. അതുമൂലം ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ബെഡ് റെസ്റ്റ് ആവശ്യമില്ല, പക്ഷേ നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നിങ്ങളോട്
ഏത് മെഡിസിൻസ് ഏത് ടൈമിലാണോ എടുക്കാൻ പറഞ്ഞ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ബ്ലീഡിംഗ് ഉണ്ടായാൽ നമുക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ ആണ് എടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് ക്ലിനിക്കിൽ നിന്ന് മനസ്സിലാക്കണം. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമുള്ള ബ്ലീഡിങ്ങിനെ പറ്റി നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാവൂ. എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത ദിവസം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ ഒരുപാട് കുണ്ടും കുഴിയൊക്കെയുള്ള വഴി ആണെങ്കിലോ ഒരുപാട് ദൂരമുണ്ടെങ്കിലോ ബെറ്റർ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ട്രാവൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ അല്ലാതെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നോർമലി തന്നെ കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ വർക്ക് എല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി പ്രിക്കോഷൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡ് ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ റെഗുലർ ആയിട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.